നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് സ്റ്റേജിന്റെ ഹിസ്റ്ററി 3 ചോദ്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് നോക്കാം. തേർഡ് സ്റ്റേജ് എഴുതാൻ പോകുന്നവർ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് മോളോട്ട് നോക്കാം അല്ലെ. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ ബി ഗാന്ധിയാണ്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mere political swaraj would mean English rule without the Englishmen. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കാം. ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കുണ്ട്. ഹിന്ദ് സ്വരാജ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹിന്ദ് സ്വരാജ് എന്നാണ് പബ്ലിഷ് ചെയ്തത്? പെണ്ണെടുത്തില്ല. 1909 ഹിന്ദ് സ്വരാജ് പബ്ലിഷ് ചെയ്തത്. ഏതാ വർഷം? 1909. ഇതിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഹിന്ദ് സ്വരാജിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇദ്ദേഹത്തിന്റെ ഈ കൃതിക്കകത്ത് ഹിന്ദ് സ്വരാജില് ഇദ്ദേഹം പല കാര്യങ്ങളെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ടോപ്പിക്സിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സ്വരാജ്, മോഡേൺ സിവിലൈസേഷൻ, മെക്കാനൈസേഷൻ, അങ്ങനെ പല ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീഡർ മീൻസ് ഒരു നമ്മുടെ കോമൺ മെൻസ് ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ, സംശയങ്ങൾ, അതാണ് റീഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു എഡിറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. റീഡർ എഡിറ്റർ കോൺവെർസേഷന്റെ രൂപത്തിലാണ് ഹിന്ദ് സ്വരാജ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് റീഡർ എന്ന് പറയുന്നത് നമ്മൾ, എഡിറ്റർ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരു 20 ചാപ്റ്റർ ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു സിവിലൈസേഷനും അതുപോലെ മെക്കാനൈസേഷനും അതുപോലെ സ്വരാജിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ വ്യൂ ആണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇവിടെ യൂറോപ്യൻ സിവിലൈസേഷനെ ഇദ്ദേഹം അടച്ച് റിജക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1909 പബ്ലിഷ് ചെയ്ത ഈ ഒരു ബുക്ക് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1910 ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ബാൻ ചെയ്യാനുള്ള കാരണം മനസ്സിലായല്ലോ. ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ 1910 ഹിന്ദു സ്വരാജ് ബാൻ ചെയ്യാനായിട്ട് കാരണം യൂറോപ്യൻ സിവിലൈസേഷനെ റിജക്ട് ചെയ്തത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്നും 20 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം സ്വരാജിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹോം റൂൾ ഈസ് സെൽഫ് റൂൾ എന്നുള്ള രീതിയിലാണ്. എന്താണ് ഹോം റൂൾ ഈസ് സെൽഫ് റൂൾ? അങ്ങനെയാണ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇത് എഴുതിയിരിക്കുന്നത് ഗുജറാത്തി ലാംഗ്വേജിലാണ്. ഇതിന്റെ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ പലർക്കും എന്ത് വേണം? ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നുണ്ട്, എന്ത് വേണം? ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം എന്നുള്ളത് ആവശ്യമാണെന്ന്. അതായത് വാണ്ട് ഇംഗ്ലീഷ് കൺട്രോൾ വിത്തൗട്ട് ദ ഇംഗ്ലീഷ് മാൻ. ഇത് വേണമെന്ന് പലരും ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്കതിനകത്ത് താല്പര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരില് ഇംഗ്ലീഷ്സ്ഥാൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റേണ്ടി വരും. ഇങ്ങനെയാണ് അദ്ദേഹം ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സം പീപ്പിൾ ഇൻ ഹിസ് വേർഡ്സ് want English control without Englishman. That is, they would make India English. അതാണ് പലരുടെ ആഗ്രഹം. And when it adopt the English language, it will be known as Englishthan rather than Hindustan. I don't want this kind of Swaraj. ഇങ്ങനെയാണ് അദ്ദേഹം ഹിന്ദ് സ്വരാജിനകത്ത് കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സും കൂടെ ഇതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചേരുംപടി ചേർക്കുക. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറഞ്ഞു. ചേരുംപടി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ. ഇത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്? സ്ഥലങ്ങളുടെ ബേസിസിൽ അന്ന് നമ്മുടെ തൊഴിലിനെ സംഘകാലങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് സംഘകാലത്തെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സംഘകാലത്തെ പറ്റിയിട്ട് ചോദിച്ചാലും നമുക്ക് തെറ്റരുതല്ലോ. അപ്പൊ ദക്ഷിണേന്ത്യയില്, സൗത്ത് ഇന്ത്യയില് BC 3-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ് സംഘകാലം എന്ന് അറിയപ്പെടുന്നത്. അതായത് കൃഷ്ണ നദിയുടെയും തുംഗഭദ്ര നദിയുടെയും തെക്കു ഭാഗത്തുള്ള പ്രദേശമാണ് പ്രധാനമായിട്ടും സംഘകാലത്തിന് പേരുകേട്ട സ്ഥലം. ദക്ഷിണേന്ത്യയില് BC 3-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടം. അപ്പൊ നമുക്കറിയാം തമിഴ് ഐതിഹ്യങ്ങൾ അനുസരിച്ചിട്ട് പുരാതന ദക്ഷിണേന്ത്യയില് മുച്ചങ്ങം എന്ന് പറയുന്ന 3 സംഗമങ്ങൾ, നമ്മൾ പ്രധാനമായിട്ടും സംഘം എന്ന് പറയുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒന്നാമത്തേത് ഈ ദേവന്മാരും ഇതിഹാസ ഋഷികളും പങ്കെടുത്തെന്ന് പറയപ്പെടുന്നതാണ്, വിശ്വസിക്കപ്പെടുന്നതാണ് ഒന്നാമത്തെ സംഘം. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹിത്യ കൃതികളൊന്നും നമുക്ക് ഇപ്പൊ ലഭ്യമല്ല. എന്നാൽ രണ്ടാമത്തെ സംഘം എന്ന് പറയുന്നത് കവാടപുരത്ത് നിറച്ചു കാണുന്നു. അതിൽ തോൽക്കാപ്യം എന്ന് പറയുന്ന കൃതി മാത്രം ഇപ്പൊ നിലനിൽക്കുന്നു. മൂന്നാം സംഗമം നടന്ന എവിടെ വെച്ചിട്ടാണ്? മധുരയിലാണ്.
അതിൽ പലതും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, സംഘകാലം എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന പല സ്രോതസ്സുകളും ഏത് സംഗമത്തിലെയാണ്? മൂന്നാമത് നടന്ന മധുരൈ സംഘകാലത്തെ കൃതികളാണ്. അപ്പൊ തോൽക്കാപ്പിയറാണ് തോൽക്കാപ്പിയം രചിച്ചത്. ഓക്കെ, തമിഴ് സാഹിത്യകൃതിയുടെ ആദ്യകാലമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ തോൽക്കാപ്പിയർ രചിച്ച തോൽക്കാപ്യം ഇറങ്ങിയ ആ ഒരു സമയമാണ്. ഇത് തമിഴ് വ്യാകരണത്തെ കുറിച്ചുള്ള ഒരു കൃതിയാണെങ്കിലും അതിനകത്ത് പ്രധാനമായിട്ടും അന്നത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയും തോൽക്കാപ്യര് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇതിന് 8 തൊകൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 8 സമാഹാരങ്ങളാണ് ഈ 8 തൊകയിലുള്ളത്. 8 കൃതികളാണ്. എന്ത്? ഐങ്കുരു 400, നരി നായ്, അക 400, പുറ 400, കുറുന്തൊകൈ, കളിത്തൊകൈ, പാരിപ്പാട്ട്, പതിരിപ്പാട്ട്, ഇങ്ങനെ 8 എണ്ണം. അത് 8 തൊകൈ എന്ന് പറയുന്ന കൃതിയാണ്. ഇതിനകത്ത് അക 400 പുറ 400 ഒക്കെ നമ്മളോട് സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ 8 സമാഹാരങ്ങൾ, 8 കൃതികൾ. അതിനകത്ത് ഏതൊക്കെയാ ഉൾക്കൊള്ളുന്ന? ഐങ്കുരു 100, നരി നായ്, അക 100, പുക 400, കുറുന്തൊകൈ, കളിത്തൊകൈ, പതിരിപ്പാട്ട്, പാരിപ്പാട്ട്. ദെൻ സംഘം സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ആൻസർ വരുന്നത്. കുറിഞ്ചി എന്ന് പറയുമ്പോൾ എന്താണ്? മലയോര പാതകളാണ് അല്ലെ, മലയോര പ്രദേശങ്ങളാണ്. മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ മേച്ച് നടക്കുന്നവര്, ആടുകളെ പശുക്കളെ, ഇടയ പ്രദേശമാണ് മുല്ലൈ. മരുതം, മറുടമല്ല മരുതമാണ് ശരിക്കും, കാർഷിക മേഖലയാണ് അവിടെ കൂടുതലായിട്ട്. നെയ്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശം. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി. ഇങ്ങനെ 5 വിഭാഗങ്ങളാണ് തോൽക്കാപ്യത്തിൽ സൂചിപ്പിക്കുന്നത്. സംഘകാലത്തെ 5 കാറ്റഗറി ഓഫ് എന്താണ് പ്രദേശങ്ങളാണിത്. അത് തോൽക്കാപ്യത്തിനകത്താണ്. കുറിഞ്ചി മലയോര പ്രദേശം, മുല്ലൈ ഇടയ പ്രദേശം, മരുതം കാർഷിക പ്രദേശം, നെയ്താൽ തീരപ്രദേശം, പാലൈ മരുഭൂമി. ഇതാണ് ഇവിടുത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം ഈ പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു മരുഭൂമി, അവിടെ പ്രത്യേകിച്ച് അവർക്ക് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിക്കും. ഇനിയും സംഘകാലഘട്ടത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ചോദിക്കാം. സംഘകാലത്തിലെ സ്ത്രീകൾക്ക് വളരെയധികം നല്ല സ്ഥാനമായിരുന്നു. അതായത് നല്ല രീതിയിൽ അവരെ ബഹുമാനിച്ചിരുന്നു. അതുപോലെ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ വിധവകൾക്ക് വലിയൊരു സ്ഥാനമൊന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പം അത് കൃത്യമായിട്ട് കേട്ടോ, അതായത് സമൂഹത്തിൽ ഉയർന്ന തലങ്ങളിൽ വ്യാപകമായ സതി സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു എന്ന് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. അതും കൂടെ നോക്കി വെച്ചേക്കാം. മതം എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് ഇവരുടെ മതം എന്ന് പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദേവൻ എന്ന് പറയുന്നത് മുരുകനായിരുന്നു, പ്രധാനപ്പെട്ട ദേവൻ. അതായത് മുരുകന്റെ ആരാധനയ്ക്ക് പലതരത്തിലുള്ള ഉത്സവങ്ങളുമായിട്ട് അന്ന് ബന്ധമുള്ളതായിട്ട് പറയുന്നുണ്ട്. മുരുകനുമായിട്ട് ബന്ധപ്പെട്ട പല ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അറുപടൈ വീട് എന്നറിയപ്പെടുന്ന 6 വാസസ്ഥലങ്ങൾ നൽകി മുരുകനെ ആദരിച്ചിരുന്നു. 6 വാസസ്ഥലം, അറുപടൈ വീട്. അന്ന് ആരെ ആദരിച്ചിരുന്നത്? മുരുകനെ. സംഘകാലത്ത് ആരാധിച്ചിരുന്ന മറ്റു ദൈവങ്ങള് മായോൻ. മായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷ്ണുവാണ്. വെണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രനില്ലേ, വരുണൻ, കൊറവായ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ദേവന്മാരെ ഇവര് വെച്ച് ആരാധിച്ചിരുന്നു. അപ്പം സംഘകാലത്തെ പറ്റിയിട്ട് ഒരുപാട് ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഡിഗ്രി ലെവലുകാരോട് സിലബസിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു പ്രദേശങ്ങളെ പറ്റിയിട്ടും പ്രധാനപ്പെട്ട കൃതികളെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നാണു ആശാനെ അയ്യാ സ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിനകത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഫസ്റ്റ് ഫേസിൽ ചോദിച്ചു, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഉള്ളത് ചട്ടമ്പി സ്വാമി, സ്ഥിരം ചോദ്യമാണ്. ഇനി ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേദാന്ത സാരം അല്ലെ, വേദാന്ത സാരം, നിജാനന്ദ വിലാസം, ഭാഷാ പത്മ പുരാണാഭിപ്രായം, ക്രിസ്തുമത ചേതനം, ജീവകാരുണ്യ നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, പിള്ളത്താലോലിപ്പ്, സർവമത സാമരസ്യം, കേരളത്തിലെ സ്ഥലനാമങ്ങൾ, പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം, തമിഴകവും ദ്രാവിഡ മാഹാത്മ്യവും, മനോനാശം, ശ്രീചക്ര പൂജാകൽപ്പം. ഇതൊക്കെ ആരുടെയാണ്? ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ വേദാധികാര നിരൂപണം ചോദിക്കും, ആദിഭാഷ, പ്രാചീന മലയാളം ചോദിക്കാറുണ്ട്, വേദാന്ത സാരം ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് സ്ഥിരം ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ അത്രയും ഒന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ അടുത്ത എന്താ? പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു. അതും സ്ഥിരം ചോദ്യമാണ്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലെ. 1907 അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം ഏതാണ്?
1913 കല്യാണദായിനി സഭ എന്നാ സ്ഥാപിച്ചത് 1912 കൊടുങ്ങല്ലൂരില്. സന്മാർഗ പ്രദീപ സഭ എവിടെയാണ്? കുമ്പളത്ത്. ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ചു. അരയ വംശോദ്ധാരിണി സഭ എങ്ങണ്ടിയൂരിൽ സ്ഥാപിച്ചു. ബാല സമുദായ പരിഷ്കാരിണി സഭ തേവരയിൽ സ്ഥാപിച്ചു. ബാലസേവാ സമിതി വൈക്കത്തും പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലും സുധർമ്മ സൂര്യോദയ സഭ തേവരയിലും സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പൊ സ്ഥാപിച്ച സഭകൾ ഏതൊക്കെയാ? കൊച്ചിൻ പുലയ മഹാസഭ, വർഷം പഠിച്ചു വെക്കുക, 1913 അരയ സമാജം 1907 സ്ഥാപിച്ചു. കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയം സഭ, അരയ വംശോദ്ധാരിണി സഭ, ബാലസമുദായ പരിഷ്കരിണി സഭ, ബാലസേവാ സമിതി, പ്രബോധ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ ഇതൊക്കെ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇത്രയും സംശയമില്ലല്ലോ. അതുപോലെ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് 1970 കേട്ടോ. ആരുടെ നേതൃത്വത്തിൽ? പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ സ്ഥാപിതമായ വർഷം 1918 എവിടെ വെച്ചിട്ടാണ്? നിലയക്കമുക്കിൽ വെച്ചിട്ടാണ്. മറ്റ് സംഘടനകൾ ഏതൊക്കെയാ? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം ഇതൊക്കെ സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അതുകൂടെ പഠിച്ചു വെച്ചേക്കാം. പിന്നെ അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക. അതുപോലെ അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. തെറ്റിക്കരുത്. അപ്പൊ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങള് ഒന്നുകൂടെ പറയാം. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അത് തെറ്റിപ്പോകരുത്. പിന്നെ ഫസ്റ്റ് ഫേസിൽ ഞാൻ ഇദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രേരണ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് ലാ ജനത്ത് മുഹമ്മദീയ സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആ ഒരു പ്രേരണ കൊണ്ടാണ് എന്ത് സ്ഥാപിക്കുന്നത്? ലാ ജനത്ത് മുഹമ്മദീയ സംഘം എന്ന് പറയുന്ന സംഭവം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക.